സെക്ഷൽ ഹരാസ്മെൻറ്റ് ഓഫ് വുമൻ അറ്റ് വർക്ക് പ്ലേസ് എന്നതിൻ്റെ നിർവചനത്തിൽപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ പലയിടങ്ങളിലും നടന്നിട്ടുണ്ട് എന്ന് ഉത്തരവാദപ്പെട്ട ഒരു കമ്മിറ്റി കണ്ടെത്തുന്നു. ഒട്ടും നിസ്സാരമല്ലാത്ത അങ്ങേയറ്റം ഗൗരവമുള്ള ഞെട്ടിപ്പിക്കുന്ന നിലയിൽ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട, അപ്പോൾ ഇത് ഏതെങ്കിലും ഒരാഴ്ച കാലത്തെയോ ഒരു മാസക്കാലത്തെയോ ഒരു വർഷക്കാലത്തെയോ അല്ല, ഇത് മലയാള സിനിമയിൽ കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു ശീലത്തിൻ്റെയും പ്രവണതയുടെയും സമീപനത്തിൻ്റെയും സ്ത്രീവിരുദ്ധ നിലപാടിൻ്റെയും ഏറ്റവും പ്രകടമായ ഒരു കാലങ്ങളായിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ വളരെ പ്രകടമായിട്ടുള്ള വെളിപ്പെടലാണ് ഈ റിപ്പോർട്ടിലൂടെ സംഭവിക്കുന്നത് എന്നതാണ് കാണേണ്ടത്. ആ റിപ്പോർട്ടിനെ അതിൻ്റേതായ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് തന്നെ പരിശോധിച്ച് കൂടുതൽ നടപടികളിലേക്ക് പോകും. കാരണം കോടതി പറഞ്ഞ ഇതിലൊരു പൊതുചർച്ച ഉണ്ടാകട്ടെ എന്നാണ്. ഈ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തണമെന്ന് കോടതി പറഞ്ഞതിൻ്റെ ഒരു ഗുണപരമായ വശം അതാണ്. ഇത് പ്രസിദ്ധപ്പെടുത്തുന്നതോടെ ഇപ്പോൾ തന്നെ പൊതുസമൂഹത്തിന് മുമ്പാകെ ഇത് ചർച്ച ചെയ്യുന്നു. അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴും അതിനെ ഏതെങ്കിലും ഒരു മസാല സിനിമയുടെ പശ്ചാത്തലത്തിലേക്ക് പരിമിതപ്പെടുത്താതെ പ്രശ്നങ്ങൾ ആളുകൾക്ക് മനസ്സിലാകുന്നതിനും ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന് പരിഹാരം ഉണ്ടാകുന്നതിനും ഈ മനോഗതിക്കാരെയും ഈ മനോഭാവക്കാരെയും ആ നിലയിൽ ഈ സംവിധാനത്തിൽ ഈ സിനിമാ രംഗത്തിന് തുടരാൻ കഴിയില്ല എന്നുള്ളതടക്കം അവർക്കടക്കം ബോധ്യപ്പെടുന്നതിനും സ്ത്രീകൾക്ക് മാന്യമായ നിലയിൽ ആ നിലയിൽ ഒരു ജെൻഡർ ഇക്വാലിറ്റി എന്നത് ഈ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ്, അതായത് ഈ കമ്മിറ്റിയെ നിയമിക്കുമ്പോൾ ആ കമ്മിറ്റിക്ക് മുമ്പാകെ സർക്കാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്, മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്, എന്തൊക്കെയാണ് പരിശോധിക്കേണ്ടത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളത് എത്രമാത്രം, ലിംഗസമത്വം എന്നുള്ളത്, തുല്യനീതി എന്നുള്ളത് എത്രമാത്രം മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളത്. വളരെ പരിതാപകരമായ നിലയിലാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളതാണ് കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ളത്. ഗുരുതരമായ ചൂഷണത്തിൻ്റെ, മാരകമായ വിവേചനത്തിൻ്റെ ഒട്ടേറെ അനുഭവങ്ങളാണ് ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് മറ്റൊരു അർത്ഥത്തിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ചെല്ലുന്ന സ്ത്രീകൾ നേരിടുന്നത്. തീർത്തും രണ്ടാം തരം പൗരന്മാർ എന്ന നിലയിലേക്കുള്ള വളരെ മ്ലേച്ഛമായ പരിഗണന നൽകുക എന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഈ റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നുണ്ട്. ശരിയായ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാതിരിക്കുക, മൂത്രമൊഴിക്കാതെ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പലതരത്തിലുള്ള അണുബാധ, രോഗബാധയും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ പലരും ഈ കമ്മിറ്റിക്ക് മുമ്പാകെ പറയുന്ന സാഹചര്യമുണ്ടായി. വലിയ തോതിലുള്ള വിവേചനത്തിൻ്റെ, വസ്ത്രം മാറുന്നതിന് ഒട്ടും സുരക്ഷിതമല്ലാത്ത, സൗകര്യമില്ലാത്ത സംവിധാനങ്ങൾ, അതുപോലെ രാത്രികാലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ മദ്യപിച്ചും മറ്റുമൊക്കെ മുറികളിലേക്ക് കടന്നു കയറുന്നു, അനുമതിയില്ലാതെ ആക്രമിച്ച് വാതിലുകൾ തള്ളിയുമൊക്കെ കയറിപ്പോകുന്നത് പോലെയൊക്കെയുള്ള അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഇതിനകത്ത് കിടക്കുന്നു. അങ്ങനെ ഒട്ടേറെ മൊഴികളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒറ്റപ്പെട്ടതാണ് എന്ന് കരുതുന്ന മാനസികാവസ്ഥയുള്ള അല്ലെങ്കിൽ നിലപാടുള്ള ആളുകളും മലയാള സിനിമയുടെ ഭാഗമായിട്ടുണ്ടാകാം. ഇതിനെ ആകെ പൊതുവൽക്കരിക്കുകയാണെന്നൊക്കെ പറയുന്നവരും ഉണ്ടാകാം. പക്ഷേ അവരടക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഈ വിഷയങ്ങളാകെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളായി മാറിയിരിക്കുകയാണ്. മലയാള സിനിമയിൽ അങ്ങേയറ്റം ഗുരുതരമായ നിലയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. അതിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയാലും, അതുപോലെ താരസംഘടനയായ അമ്മയായാലും, ടെക്നീഷ്യൻസിൻ്റെ സംഘടനയായ FEFCA ആയാലും ഒക്കെ ആത്മപരിശോധന നടത്തേണ്ട ഈ റിപ്പോർട്ടിനെ അവർക്ക് തള്ളിക്കളയാനേ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണ് സിദ്ദിഖിന് പരിശോധിച്ച് പറയാം എന്നൊക്കെ പറയേണ്ടി വരുന്നത്. അങ്ങനെ പരിശോധിച്ച് പറയുമ്പോൾ തന്നെ തിരുത്തലിന് വിധേയമാകേണ്ട നിലയിൽ ഈ റിപ്പോർട്ടിനെ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എന്നുകൂടി മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ഈ സംഘടനകൾ ആദ്യം പറയേണ്ടതാണ്. അതിലെ പോരായ്മകളുണ്ടെങ്കിൽ അത് പറയാൻ അവർ തയ്യാറാകണം. ഇത് അംഗീകരിക്കുന്നുവെങ്കിൽ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് തിരുത്താൻ വേണ്ട നടപടികൾ എങ്ങനെയൊക്കെ എടുക്കും എന്ന് പറയേണ്ടതുണ്ട്. എന്തൊക്കെ നടപടികൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയേണ്ടതുണ്ട്. ഇതിൽ ഓരോ ഭാഗത്തും അവരുടെ പ്രവർത്തന മേഖലയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങൾ അതങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യം വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ നിങ്ങളേത് ബാധിക്കുന്നുണ്ടോ എന്നുള്ളതും അറിയാൻ സമൂഹത്തിന് വലിയ തോതിൽ ആകാംക്ഷയുണ്ട്. അതിനനുസരിച്ച് എന്തൊക്കെ തിരുത്തൽ നിങ്ങൾ വരുത്തും എന്നുള്ളത് കൂടിയുണ്ട്. അതിന് ഗൗരവമായി മുൻകൈ എടുക്കുന്ന ഒരു സർക്കാരിനോട് എത്രമാത്രം നിങ്ങൾ സഹകരിക്കും എന്നുള്ളതും ഈ സമൂഹത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ആ രൂപത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള, വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ ഇതുവരെ വന്ന രീതികളിൽ നിന്ന് ഭിന്നമായി മുന്നോട്ട് പോകാൻ ഒരു പരിവർത്തനം മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. അതിനെ അവഗണിച്ചുകൊണ്ട് പോകാനേ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട്, അതിനെ മാനിച്ചുകൊണ്ട് എങ്ങനെ മലയാള സിനിമയെ ഒരു മാറ്റത്തിന് വിധേയമാക്കാൻ വളരെ ശക്തമായ അഭിപ്രായം പറയുന്നവരെ വീട്ടിലിരുത്താതെ, അവരെ ഈ സൈബർ ബുള്ളിങ്ങിന് വിട്ടുകൊടുക്കാതെ, അതിനു വേണ്ടിയിട്ട് കൂട്ടങ്ങളെ ഇറക്കി വിടാതെയൊക്കെ മുന്നോട്ട് പോകാൻ സജ്ജമാകുമോ, തയ്യാറാകുമോ എന്നതൊക്കെയുള്ള നിരവധിയായ ചോദ്യങ്ങൾ
ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുക കൂടിയാണ്. ഷീജ പറഞ്ഞതുകൊണ്ടൊന്നും ഇത് തീരുന്നില്ല. ഇനിയും അതിനകത്ത് അവശേഷിക്കുന്ന ഭാഗങ്ങളുണ്ടോ? അതുപോലെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വരുന്ന ശുപാർശകൾ എന്താണ്? ഹേമ കമ്മിറ്റി എന്ന ആ കമ്മിറ്റി ഉണ്ടല്ലോ, മൂന്നംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, 3 അംഗങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കമ്മിറ്റി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അനുഭവങ്ങൾ ഈ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മൊഴികളിൽ നിന്നാണ് ഈ നിഗമനങ്ങളാകെയും വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന ശുപാർശ എന്താണ്? തീർച്ചയായിട്ടും ശരത്ത്, ഇതിൽ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ 2 നിർദ്ദേശങ്ങൾ, ഒരു 3 നിർദ്ദേശങ്ങൾ ഇതിനൊപ്പം കൂട്ടിച്ചേർക്കുന്നു. അതാണ് ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഡ്രൈവർമാർ, അതായത് ഇവിടെ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവർമാരുടെ പശ്ചാത്തലം പരിശോധിക്കണം. മറ്റൊരു നിർദ്ദേശം, പ്രൊഡ്യൂസർമാർ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ ഡ്രൈവർമാരായി നിയമിക്കരുത്. നടിമാർക്ക് ടോയ്ലറ്റും വസ്ത്രം മാറാൻ മുറിയും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. സെറ്റിൽ മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും വിലക്കണം എന്നുള്ള സുപ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇതിൽ എടുത്തു പറയുന്നുണ്ട്. മറ്റ് ചില നിർദ്ദേശങ്ങളിലേക്ക് നമുക്ക് ഉടൻ എത്താം. അതിനൊപ്പം തന്നെ ഇതിൽ വന്ന കാര്യങ്ങൾ ഒരു ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകാം. ഒന്ന്, സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ച് യാഥാർത്ഥ്യം എന്നുള്ളത് ഇതിൽ വ്യക്തമാക്കുന്നു. ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ സ്ത്രീകൾക്ക് ഭയമാണ് എന്നുള്ളത് നടിമാരുടെ മൊഴിയായി ഇതിൽ രേഖപ്പെടുത്തുന്നു. പല രാത്രികളിലും സിനിമയിലെ തന്നെ പുരുഷന്മാർ നിരന്തരം വാതിൽ ശക്തമായി ഇടിക്കാറുണ്ട് എന്നുള്ള മൊഴി ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വാതിൽ തകർത്ത് ഇവർ അകത്തേക്ക് കയറുമെന്ന് ഭയപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും ചിലർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനാൽ മാതാപിതാക്കൾക്കൊപ്പമാണ് മിക്കവരും ഷൂട്ടിങ്ങിന് എത്തുന്നത്. പല നടിമാരും നൽകിയ മൊഴി അനുസരിച്ച് IPC അതോടൊപ്പം തന്നെ പോഷ് നിയമങ്ങൾ അനുസരിച്ച് കേസെടുക്കേണ്ട പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സിനിമയിൽ നിന്നും ഒഴിവാക്കപ്പെടുമെന്ന ഭീഷണിയിൽ പലരും നിശബ്ദത പാലിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇതിൽ എടുത്തു പറയുന്നത്. നടന്മാരോട് ഇതേക്കുറിച്ച് കമ്മിറ്റി ചോദിച്ചപ്പോൾ ഇങ്ങനെ കേസിന് പോയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് അറിയാമായിരുന്നു എന്നുള്ള കാര്യമാണ് അവർ മറുപടിയായി നൽകിയത്. കേസിന് പോകുകയാണെങ്കിൽ പ്രശസ്തരായതിനാൽ സൈബർ ആക്രമണം പോലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്നും ഈ നടിമാർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് കേസിന് പോലും പോകാതിരുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ഈ ജോലി പോലും നഷ്ടപ്പെടും എന്നുള്ള സാഹചര്യം നിലനിന്നു. വലിയ തോതിലുള്ള ഭീഷണിയും ഇതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. സ്ത്രീകൾ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത് കലയോടുള്ള ആഭിമുഖ്യം കാരണമാണ് എന്ന് ഈ മേഖലയിലെ പുരുഷന്മാർക്ക് ചിന്തിക്കാനാകുന്നില്ല. അത്തരത്തിലുള്ള ചിന്താഗതിയാണ് ഈ മേഖലയിലുള്ള പുരുഷന്മാർക്ക് ഉള്ളത് എന്നുള്ള കാര്യവും ഇതിൽ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർ പേരിനും പ്രശസ്തിക്കും പണത്തിനുമായാണ് എത്തുന്നതെന്നും ഒരവസരത്തിനായി ഏത് പുരുഷനോടൊപ്പവും കിടക്ക പങ്കിടുമെന്നുള്ള ചിന്തയാണ് സിനിമാ മേഖലയിലെ ചില പുരുഷന്മാർക്കുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ട് പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പെൺകുട്ടി ചൂഷണത്തെ എതിർക്കുന്ന ആളാണെങ്കിൽ പിന്നീട് സിനിമയിലേക്ക് വിളിക്കാത്ത സാഹചര്യം ആ പെൺകുട്ടിക്ക് നേടേണ്ടി വരുന്നു. അതിനാൽ കലയോട് ആഭിമുഖ്യമുള്ളവരാണെങ്കിൽ പോലും ചൂഷണം നിശബ്ദമായി സഹിക്കുന്നു സ്ത്രീകൾ, പെൺകുട്ടികൾ, സിനിമാ മേഖലയിലേക്ക് എത്തുന്നവർ എന്നുള്ളതും ഇതിൽ എടുത്തു പറയുന്നു. ഇത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ എന്ന് കമ്മിറ്റി ഒരു നടിയോട് ചോദിച്ചു. ചിലപ്പോൾ ഉണ്ടാകാമെന്നും പരസ്യമായി പറയാൻ ഭയക്കുന്നുണ്ട് എന്നുള്ളതുമായിരുന്നു ആ നടി നൽകിയ മറുപടി എന്നുള്ള കാര്യവും കമ്മിറ്റി എടുത്തു പറയുന്നു. സിനിമാ മേഖലയിലെ നടിമാരും നടന്മാരും ICC രൂപീകരിക്കുന്നത് ഗുണകരമാണെന്ന് കമ്മീഷനെ അറിയിക്കുകയും ചെയ്തു. അമ്മ, ഫെഫ്ക എന്നിവയിൽ നിന്നും 2 പേർ വീതം സിനിമാ മേഖലയിലെ മറ്റ് സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികളും ഈ കമ്മിറ്റിയിൽ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശവും ആ ഒരു ഘട്ടത്തിൽ ഉയരുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ അത് ഏത് രീതിയിൽ പ്രാവർത്തികമായി എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. സിനിമാ മേഖലയിലേക്ക് എത്തുമ്പോൾ തന്നെ ചൂഷണം തുടങ്ങുന്നു എന്നുള്ള കാര്യവും നിരവധി പേരുടെ മൊഴികളിൽ നിന്നും വ്യക്തമാണ്. അവസരം വാഗ്ദാനം ചെയ്യുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഉൾപ്പെടെയുള്ളവർ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണമെന്നാണ് ഈ നടിമാരോട് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ആ രീതിയിലാണ് അവരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്. വിട്ടുവീഴ്ച, ഒത്തുതീർപ്പ് എന്നീ വാക്കുകൾ മലയാള സിനിമാ മേഖലയിൽ എല്ലാ സ്ത്രീകൾക്കും അതുകൊണ്ട് തന്നെ പരിചിതമാണ് എന്നുള്ള കാര്യമാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറായിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ആ രീതിയിൽ, ആ പച്ചയായ രീതിയിൽ തന്നെ നൽകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് ഇതിൽ പറയുന്നത്. നടന്മാർ, സംവിധായകർ, നിർമ്മാതാക്കൾ, പ്രൊഡക്ഷൻ കൺട്രോളർ തുടങ്ങി ആര് വേണമെങ്കിലും നടിമാരോട് ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ ആവശ്യപ്പെടാറുണ്ട്. അതിപ്പോൾ ഏത് മേഖല, അതായത് ഈ സിനിമാ മേഖലയിൽ തന്നെ 29 വിഭാഗങ്ങളിലായിട്ടാണ് സ്ത്രീകൾ ഇതിനകം പ്രവർത്തിച്ചു വരുന്നത്. അതിപ്പോൾ ഏത് വിഭാഗത്തിലാണെങ്കിലും നടിമാർ തൊട്ട് ഇത്തരത്തിലുള്ള പ്രൊഡക്ഷൻ വിങ്ങിൽ ഉൾപ്പെടെ ഉള്ള സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ
പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടി സിനിമാ മേഖലയിൽ പുരുഷന്മാർ വിട്ടുവീഴ്ചയ്ക്ക് പലരോടും, അതായത് ചില പ്രശസ്ത നടിമാരെ ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ഈ ഒരു വിലപേശലൊക്കെ നടത്തുന്നത്. അതായത് സിനിമയിൽ മുന്നേറിയതും പണം സമ്പാദിച്ചതും ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഈ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ഈ പവർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. അവർ ഇത്തരത്തിലുള്ള ഒരു സന്ദേശമാണ് താഴെത്തട്ടിലേക്ക് വരുന്ന പുതിയതായി ഈ മേഖലയിലേക്ക് എത്തുന്ന പെൺകുട്ടികൾക്ക് പോലും നൽകുന്നത്. ആ രീതിയിലാണ് ഈ പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചയിലേക്ക്, അതുകൊണ്ട് വിട്ടുവീഴ്ച നടത്തണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നു നടിമാർ. ഈ പറയുന്നത് പോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിലാണ് പലരും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പെട്ടുപോകുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. കുടുങ്ങിയെന്ന് മനസ്സിലാകുമ്പോഴേക്കും വളരെ വൈകിപ്പോയിരിക്കുമെന്ന് പല നടിമാരും വ്യക്തമാക്കുകയും ചെയ്തു. അതിനൊപ്പം തന്നെ WCC രൂപീകരിച്ചത് മികച്ച ഒരു കാര്യമാണ് എന്നുള്ള കാര്യവും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കാരണം WCC രൂപീകരിച്ചതിന് ശേഷമാണ് നടിമാർ ഇത്തരം ദുരനുഭവങ്ങൾ പുറത്തു പറയാൻ തുടങ്ങിയത് എന്നുള്ളത് കമ്മിറ്റി നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാൻ WCC ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു. ഈ ഗ്രൂപ്പിലെ വിവരങ്ങൾ പുറത്തു പോകില്ലെന്ന് സംഘടന ഉറപ്പു നൽകിയതോടെ പലരും തുറന്ന് സംസാരിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യമാണ് കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. WCC രൂപീകരിച്ചതിനാൽ സുരക്ഷിതമായി പ്രശ്നങ്ങൾ തുറന്നു പറയാൻ കഴിഞ്ഞു എന്ന് പല സ്ത്രീകളും കമ്മിറ്റിയുടെ തെളിവ് മൊഴി എടുക്കുന്ന സമയത്ത് കമ്മിറ്റിക്ക് മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സിനിമയിലല്ലാതെ മറ്റൊരിടത്തും ജോലിക്കായി കിടക്ക പങ്കിടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വെളിപ്പെടുത്തൽ കൂടി പല നടിമാരും, ഈ കമ്മിറ്റിക്ക് മുന്നിലെത്തിയിട്ടുള്ള ഭൂരിഭാഗം നടിമാരും അത്തരത്തിലുള്ള അഭിപ്രായം തന്നെയാണ് പങ്കുവച്ചത് എന്നുള്ള കാര്യം കൂടിയാണ് കമ്മീഷന് മുന്നിൽ ശരി ഷീജ.